കെപിസിസി പുനഃസംഘടനയിൽ കടുംപിടുത്തം തുടർന്ന് കെ സുധാകരൻ. നേതൃമാറ്റം അംഗീകരിക്കില്ലെന്നാണ് സുധാകരന്റെ നിലപാട്. ഒരു വിഭാഗം നേതാക്കൾ സുധാകരനെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നേതൃമാറ്റം അനിവാര്യമെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. സംസ്ഥാനത്ത് സംഘടന ദുർബലമാണ്. പുനഃസംഘടന പാർട്ടിക്ക് ഊർജ്ജം പകരുമെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, തന്നെ മാത്രം മാറ്റുന്ന ഒരു നീക്കം അത് വലിയ തിരിച്ചടിയാകുമെന്ന് സുധാകരൻ തിരിച്ചറിയുകയും അതിനെ തുറന്നെതിർക്കുകയും ചെയ്യുകയാണോ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരിലൂടെ? പാർവതി, നേരത്തെ തന്നെ പുനഃസംഘടനയ്ക്ക് എതിരായ നിലപാട്, അത് സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്ക് എതിരായ നിലപാട് തന്നെയാണ് കെ സുധാകരൻ പക്ഷം സ്വീകരിക്കുന്നത്. കാരണം സുധാകരനെ മാത്രം മാറ്റുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സുധാകര പക്ഷത്തിന്റെ കടുത്ത നിലപാട്. പക്ഷേ നിലവിൽ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താതെ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കുക അത്ര എളുപ്പമല്ല എന്ന ഒരു വിലയിരുത്തൽ ഹൈക്കമാൻഡുണ്ട്. പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷി അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയതുമാണ്. സംസ്ഥാനത്ത് നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടാണ്. പ്രത്യേകിച്ച് ഊർജ്ജസ്വലമായ നേതാക്കൾ രംഗത്തേക്ക് കടന്നുവരണം. സംഘടന ദുർബലമാണ്. സംഘടന കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരെ മാറ്റിയതിന് സമാനമായി സംസ്ഥാനത്തും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായ കെ സുധാകരനെ മാറ്റി പകരം ഒരു നേതാവിനെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ കടുത്ത എതിർപ്പ് ഇപ്പോഴുമുണ്ട്. കെ സുധാകരൻ ഹൈക്കമാൻഡിന് വഴങ്ങിയിട്ടില്ല. പല പ്രത്യേകിച്ച് ചില നിലപാടുകൾ കൂടി സുധാകരൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. നേരത്തെയൊക്കെ പ്രതിപക്ഷ നേതാവിനെയും കെപിസിസി അധ്യക്ഷനെയും ഒരുമിച്ചാണ് മാറ്റിയത്. അതൊരു പാക്കേജ് എന്ന രൂപത്തിലാണ്. സമാനമായ ഒരു നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിക്കണം എന്നടക്കം കെ സുധാകരൻ പക്ഷം അങ്ങനെ ഒരു കണ്ടീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പുനഃസംഘടന സുപ്രധാനമാണ് എന്ന നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് DCC പുനഃസംഘടന അടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട്. KPCC ഭാരവാഹികളെ നിശ്ചയിച്ചതിന് ശേഷമാണ് DCC ഭാരവാഹികളെ നിശ്ചയിക്കാൻ കഴിയുള്ളൂ. അധ്യക്ഷന്മാരെയും ഒപ്പം KPCC അധ്യക്ഷനെയും ഒരുമിച്ച് പ്രഖ്യാപിക്കാം എന്നടക്കമുള്ള ആലോചനകളാണ് നടക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ വിഘാതമായി നിൽക്കുന്നത് കെ സുധാകരന്റെ നിലപാടാണ് എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കുവെക്കുന്നത്. ഏതായാലും നിലവിൽ ഇത് വലിയ രീതിയിൽ ആശയക്കുഴപ്പം ഹൈക്കമാൻഡിന് ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷേ അധികം താമസിയാതെ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കണം എന്ന ഒരു തീരുമാനത്തിൽ തന്നെ നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. സുജയ. ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് അദ്ദേഹം.